എൻട്രി ചെയ്ത് കാണുന്നുണ്ട്. ടയോട്ട സർവീസ് ചെയ്ത് കാണുന്നുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഹൈ ക്വാളിറ്റി വണ്ടി. ഹൈ ക്വാളിറ്റി വണ്ടി. 100 ഗ്യാരണ്ടി കൊടുക്കാം തന്നെ. ഇത് വണ്ടി ഡീസലാണ്. ഡീസൽ മാക്സിമം നല്ല മൈലേജും കിട്ടും. നല്ല ഡിക്കി സ്പേസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഈ ടാക്സിക്കാർക്കെല്ലാം നോക്കണ്ടെങ്കിൽ നോക്കാം. അതുപോലെ തന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി വന്ന അതേ പൊസിഷനിലേക്ക്. ഓക്കെ. ഇത് ഓപ്ഷൻ തന്നെ GD അല്ലേ? ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്ക് ഫൈനൽ 3:35 കൊടുക്കാം. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് അസ്കർക്കാണ്. അസ്കർക്ക എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഇതിന്റെ ഓണറാണ് അസ്കർക്ക. അപ്പോ ഇവര് മെയിൻ ആയിട്ട് ഒരു പ്രത്യേക ഒരു ടൈപ്പുള്ള വണ്ടി ആരും ചെയ്യാത്ത വണ്ടികളാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലെ? ഓക്കെ. അപ്പോ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അവസാനം വരെ. കാരണം എന്താ വെച്ചാല് നിങ്ങൾ പല വണ്ടികളും തപ്പി നടക്കുന്ന ആളായിരിക്കും. അപ്പൊ അതിൽ ഈ അപൂർവമായിട്ട് കിട്ടുന്ന കുറെ വണ്ടികൾ ഇവിടെ ഉണ്ട്. കറക്റ്റ് ലൊക്കേഷനും നിങ്ങൾ യാർഡിന്റെ പേരും ഒന്ന് പറഞ്ഞു കൊടുക്കും പ്രഷറോട്. ഇത് മലപ്പുറം ജില്ലയില് മഞ്ചേരി പട്ടർകുളം. കാലിക്കറ്റ് റോട്ടുമേൽ മഞ്ചേരി കാലിക്കറ്റ് റോട്ടുമേലാണെന്നുണ്ടെങ്കിൽ ഒരു 2 കിലോമീറ്റർ പോകുന്ന കഴിഞ്ഞാൽ ടാറ്റിന്റെ ഷോറൂം കഴിഞ്ഞാൽ ലെഫ്റ്റ് ഭാഗത്താണ് വരുന്നത്. മഞ്ചേരി 2 കിലോമീറ്റർ. മഞ്ചേരിന്ന് വരിക, അതായത് മഞ്ചേരി കോഴിക്കോട് റോട്ടിലാണ് ഈ സ്ഥാപനം ഉള്ളത്. അതിന്റെ ഇടയിൽ മഞ്ചേരിന്ന് 2 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. 2 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പട്ടർകുളം എന്ന് പറയുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇപ്പോ ലോങ് നിന്ന് വരികയാണെങ്കിൽ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ബസ്സിലൊക്കെ വരുന്നെങ്കിൽ മഞ്ചേരി ബസ്സിൽ കയറിയാൽ നേരെ ഓപ്പോസിറ്റ്. അതെ. ഇവിടെ അറിയപ്പെടുന്ന ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ഉണ്ട്. കൺസ്ട്രക്ഷൻ വർക്ക് നിർമ്മാണ വീടാണ്. ഓക്കെ. പിന്നെ ഇപ്പൊ മുമ്പത്തെ പോലെ ഒന്നും അല്ലല്ലോ. ഇപ്പൊ വരുന്ന ആള് നിങ്ങളെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വീഡിയോയുടെ താഴെ ഇവരെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലൊക്കേഷൻ വിട്ടു കൊടുത്താൽ മതിയല്ലോ വാട്സപ്പ് വഴി ആയിട്ട്. പിന്നെ ഏകദേശം ഇവിടെ എത്ര വണ്ടി സ്റ്റോക്ക് ഉണ്ട്? നമുക്ക് മൊത്തം ഒരു 150 വണ്ടി ഉണ്ട്. 150 വണ്ടി നല്ലൊരു സ്റ്റോക്ക് ഉണ്ട്. ഇവിടെ അല്ലാത്തയും വണ്ടികൾ വേറെയുണ്ട്. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവര് വീട്ടിൽ കുറെ 7 സീറ്റർ വണ്ടിയൊക്കെ വീട്ടിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പോ 5 സീറ്റർ വണ്ടികൾ, സെഡാൻ വണ്ടികൾ കൂടുതലുണ്ട്. സെഡാൻ വണ്ടികളാണ് കൂടുതൽ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഈ സെഡാൻ വണ്ടികൾ അങ്ങനെ എല്ലാ യാർഡിലും കൂടുതൽ ഉണ്ടാവില്ല. ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് സെഡാൻ വണ്ടികൾ. അതുപോലെ തന്നെ 5 സീറ്റർ വണ്ടികൾ. ഇപ്പോ വാഗ്നർ, ജനപ്രിയ വണ്ടിയായ വാഗ്നർ 4 പീസ് ഉണ്ട്. അതുപോലെ തന്നെ സ്വിഫ്റ്റ് കാർ 4 പീസ് ഉണ്ട്. ഇവിടെ ഒരുപാട് വണ്ടിയുണ്ട്. നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ആദ്യമായിട്ട് ഇത് നിസാൻ മൈക്രയിൽ തുടങ്ങാം. ഇത് മോഡൽ എത്രയാണ്? 2011 മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ഫുള്ളിന്റെ താഴെ, അതായത് അലവിൽ വരില്ല, ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? ഓക്കെ. ഓട്ടത് ഒന്നും ചില്ലറി കാണും. ഒന്നും ചില്ലറ ഓടിയിട്ടുണ്ട് അല്ലേ? ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് തട്ടുമുട്ടൊന്നുമില്ല. നല്ല അടിച്ചാപ്പൊളി വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ പക്ക കേരള. അതെ. കാണാൻ തന്നെ നല്ല ലുക്കുള്ള വണ്ടിയാണ്. നല്ല വൃത്തിയുണ്ട്. ഉള്ളിൽ പുറത്തൊക്കെ കാണാൻ വൃത്തിയുണ്ട്. നല്ല കട്ടയുള്ള ടയറുണ്ട്. എത്ര ചോദ്യം? ഇത് ലാസ്റ്റ് നമുക്കൊരു 2.4 വരെ കൊടുക്കാം. 2.4 കൊടുക്കല്ലേ? ഇതിനൊക്കെ ഫിനാൻസ് എത്ര കിട്ടും? ഫിനാൻസ് ഒരു 1.25 ആ റേഞ്ചൊക്കെ ഫിനാൻസ് കിട്ടും. അത് 50 ഉറുപ്പിക ഇറക്കാൻ പറ്റുമല്ലോ? 50 ഉറുപ്പ മതി. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. നമുക്ക് സ്കോഡന്റെ ഒരു യതി, അതായത് ഈ വണ്ടി അപൂർവമാണ് കിട്ടല്. ഇതൊക്കെ തപ്പി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇത് മോഡൽ എത്രയാണ്? 2011 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഒറിജിനൽ കേരള പാലക്കാട് വണ്ടി. ഒറിജിനൽ കേരള തന്നെ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് മാറിയിട്ടില്ല. വണ്ടി ഡീസൽ പെട്രോൾ? ഡീസലാണ്. മാനുവൽ ആണ്? ഓക്കെ. 4x4 ആണ് വണ്ടി. എന്ത് പാട്? ക്വാളിറ്റി അതായത് കമ്പനി ഇറങ്ങി അതേ പൊസിഷനിലേക്ക് വണ്ടി തന്നെ. ഇത് നമ്മൾ എടുക്കുമ്പോൾ 1,80,000 റുപ്യന്റെ മേജർ സർവീസ് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി തരുന്നത്. അതിന് ശേഷം 4 ടയർ പുതിയ ഇട്ടിട്ടുണ്ട്. അവർ ടയർ ഇട്ടിട്ട് നമുക്ക് തരുന്നുണ്ട്. ഒന്നും ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ടച്ചപ്പ് വരെ ഈ വണ്ടി വണ്ടി നല്ല ക്വാളിറ്റി ആണ്. ഷോറൂം കണ്ടീഷനാണ്. വണ്ടി പഴയതാണെങ്കിലും 11 മോഡൽ ആണെങ്കിലും നല്ല കണ്ടീഷനാണ് മൂപ്പര് പറയുന്നത്. ഷോറൂമിൽ കയറ്റി എടുത്താൽ മതി തന്നെ. ഫുള്ള് ഷോറൂമിൽ നിങ്ങൾ കാണിച്ചിട്ട് വണ്ടി എടുത്താൽ മതി എന്ന് പറയുന്നത്. അത്രയ്ക്ക് പക്ക പറയുന്നുണ്ട്. വണ്ടി മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങൾ മൈനർ ഒന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ. നല്ല വണ്ടി. ഇത് മാക്സിമം എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? 160 ആ റേഞ്ചൊക്കെ ഓടിയിട്ടുണ്ട്. തന്നെ 165 ഓടിയിട്ടുണ്ടല്ലോ. ഇത് എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും ഈ വണ്ടിയിൽ? ഇതിന് മാക്സിമം ഒരു 15 കിലോമീറ്റർ 15-16 മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ. എത്ര ഇതിപ്പോ നിങ്ങൾ ചോദിക്കണേ? നമുക്ക് ലാസ്റ്റ് 5 രൂപ കൊടുക്കാം. 5 രൂപ കൊടുക്കാം. ഓക്കെ. 2011 മോഡൽ സ്കോഡന്റെ യതി വേണമെങ്കിൽ നോക്കി കളിയാട്ടാ. 5 രൂപ പറയുന്നുണ്ട്. മാക്സിമം ഫിനാൻസ് എത്ര കിട്ടാൻ പ്രയാസമാണ്? അങ്ങനത്തെ ആൾക്കാരെ എടുക്കുന്ന വണ്ടിയാണ്. അതെ അതെ. ഇൻവോയ്സ് വരുന്നത് 10-20 ലക്ഷം രൂപ ഇൻവോയ്സ് വരുന്നത്. അതെ. ടൊയോറ്റന്റെ ഇത്യോസ് ലിവ ക്രോസ്. ഇത് മോഡൽ എത്ര കാണിക്കുക? 2014 മോഡൽ 15 രജിസ്ട്രേഷൻ. 14 മോഡൽ 15 രജിസ്ട്രേഷൻ ആയിട്ടുള്ള നല്ല വണ്ടി അല്ലേ? കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഓക്കെ. നല്ല ക്വാളിറ്റി വണ്ടി. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? 210 ഓടി. ഇത് ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഒറിജിനൽ കേരള KL51 ഒരേ ഓണർ. ഓക്കെ. KL51 ഒരേ ഓണറാണ് തന്നെ. ഓക്കെ. വണ്ടി മേജർ ആയിട്ട് കംപ്ലൈന്റ് ഒന്നുമില്ല. ഒരു നോ ക്ലെയിം ഒന്നുമില്ല. തട്ടുമുട്ട് വരക്കൊന്നുമില്ല. നല്ല നീറ്റ് വണ്ടിയാണ്. ഷോറൂമിൽ നിങ്ങൾ ഫുള്ള് പോയി ചെക്ക് ചെയ്തെടുത്താൽ മതി. തന്നെ. ഷോറൂം കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഫുൾ ഹിസ്റ്ററി എടുത്തിട്ട് ചെക്ക് ചെയ്തെടുത്താൽ മതി. അത്രയും ഗ്യാരണ്ടി.
ഇവിടെയുള്ള എല്ലാ വണ്ടികളും ഒരു നല്ല ഗ്യാരണ്ടി തന്നെയുണ്ട് കേട്ടോ. എല്ലാ വണ്ടികൾക്കും പക്ക അത്ര മിയ 100 അത്രയും ഗ്യാരണ്ടി തന്നെയുണ്ട്. പിന്നെ ഇത് വണ്ടി ഉള്ളു പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ്. ഇത് ഡീസൽ വണ്ടി അല്ല, ഡീസലാകുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടും അല്ലേ. ഉള്ളില് നല്ല ബക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ, ബക്കറ്റ് സീറ്റാണ്. പിന്നെ നല്ല ആലുവ പോലത്തെ വണ്ടിയാണ് കേട്ടോ. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 5,000 ചോദിക്കുന്നുണ്ട്. അതിനൊരു 5 രൂപന്റെ മേലെ വരികയാണെങ്കിൽ നമ്മൾ ഓക്കെ. 5,400 ചോദിക്കുന്നത്. ഇപ്പോഴത്തെ റേറ്റ് വരെ 5 രൂപ വരെ 5 രൂപ കൊടുക്കാൻ പറ്റുമല്ലോ ലാസ്റ്റ്. ഇത് എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ലോണിൽ എടുക്കുകയാണെങ്കിൽ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 പുറത്തേക്ക് നമുക്ക് ലോൺ വാങ്ങിക്കും തന്നെ. ഒരു 60-70 രൂപ കാണേണ്ടി വരും അല്ലേ മാക്സിമം. ആ ഒരു റേഞ്ച് വേണ്ടി വരും ഡൗൺ പേയ്മെന്റ് ആയിട്ട്. ഓക്കെ, അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളി കേട്ടോ. നമുക്ക് ഒരു ബെൻസ് കാർ നമുക്ക് നോക്കാം. പഴയ പുലിയാണ് കേട്ടോ, നെരി എന്ന് പറയാം. ഇത് മോഡൽ എത്രയാണ്? 2007 മോഡൽ. 2007 മോഡൽ E280. ഈ ക്ലാസ് അല്ല, ഈ ക്ലാസ് E280 ആണ്. ഓക്കെ, ഇത് ഒറിജിനൽ കേരള വണ്ടിയാണോ അല്ല അറിയാം? ഇത് കുറെ മുമ്പ് വന്ന വണ്ടിയാണ്. അത് ശരി. അവിടുന്ന് വന്നിട്ട് നിങ്ങൾ പേരിന് ഈ വണ്ടി ഉള്ളത്? 4 വർഷമായിട്ട് പേരില്ല. 4 കൊല്ലമായിട്ട് നിങ്ങളെ പേരിനാണ് വണ്ടി ഉള്ളത് അല്ല? വണ്ടി യാതൊരു കംപ്ലൈന്റ് കാര്യങ്ങൾ നിലവിലില്ല, ഒന്നുമില്ല. മെക്കാനിക്കൽ പരമായിട്ട് എന്തെങ്കിലും ക്ലിയർ ആണ്? എന്ത് ഫോൾട്ട് ഒന്നും ഇല്ലല്ലേ? നല്ല വണ്ടി, ആർക്കും ഒരു വിശ്വസിച്ച് എടുക്കാൻ പറ്റും. അതായത് ഇങ്ങനത്തെ വണ്ടി നിങ്ങൾക്ക് അറിയാലോ, പിന്നെ അങ്ങനത്തെ ആൾക്കാരെ ഇത് കൊണ്ടെടുക്കുള്ളൂ. അതെ, ഇതിനെ പറ്റി അറിയുന്ന ആൾക്കാരെ ഈ വണ്ടി എടുക്കുള്ളൂ. 2007 മോഡലാണ്, റീറൈസൺ ആയിട്ടുള്ള. ഒരു 10 വർഷത്തിനൊക്കെ മേലെ വന്നായി. അതെ, 10 കൊല്ലം. ഇപ്പൊ റീറൈസൺ ആയിട്ട് 10 കൊല്ലം ആയിട്ടുണ്ടാവും. ഓക്കെ, വണ്ടി മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല, എണ്ണ അടിച്ചാൽ ഓടാ, അത്രേ ഉള്ളൂ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് ഡീസലാ പെട്രോളാ വണ്ടി? ഡീസൽ വണ്ടി. അത്യാവശ്യം എത്ര മൈലേജ് കിട്ടും? മൈലേജ് ഒരു 12 കിലോമീറ്റർ മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെ വരും? ഇത് മാനുവൽ അല്ലേ വണ്ടി? ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. പിന്നെ സൺറൂഫ് ഒക്കെ ഉണ്ട്. ഓക്കെ, സൺറൂഫ് ഉണ്ട്, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പോ പിന്നെ ഇതിനെ പറ്റി അറിയുന്ന ആൾക്ക് അറിയാം, പിന്നെ നമ്മൾ കൂടുതൽ പറയണ്ടല്ലോ. ഓക്കെ, അപ്പോ ഇതിന് എത്ര നിങ്ങൾ ആസ്ക്? നമുക്ക് 4 കൊടുക്കാം. 450. അതില് താഴത്ത് പോരോ? നമുക്ക് ചെറിയ എന്തെങ്കിലും വ്യത്യാസം എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു തരും. 450 ചോദിക്കണ്ട്. പിന്നെ ഫിനാൻസ് ഒന്നും കിട്ടൂല. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ഇവിടെ നമുക്ക് നല്ലൊരു അടിപൊളി മാരുതിയുടെ സിയാസ് നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്ര? 2016 മോഡലാണ്. ഓപ്ഷൻ ZXi പ്ലസ് ആണ്. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത്. ബട്ടൺ സ്റ്റാർട്ട്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഫുള്ള് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനിയിൽ നിന്ന് വരുന്ന അലോയ്സ് അല്ല കേട്ടോ, അത് മാറ്റിയിട്ട് ഇപ്പൊ എക്സ്ട്രാ അലോയ്സ് കയറ്റിയിട്ടുണ്ട്. നല്ല കോസ്റ്റ്ലി അലോയ്സ് ആണ് കേട്ടോ, നല്ല വിലയുള്ള അലോയ്സ് ആണ്. അതുപോലെ തന്നെ വണ്ടി കാണാൻ നല്ല ലുക്കാണ്. സ്പോയിലർ കാര്യങ്ങളായിട്ട് കാണുമ്പോൾ തന്നെ ഏതാണ്? ബമ്പർ റീപ്ലേസ് ഉണ്ടാവും. വേറെ മേജർ ആയിട്ട് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി അല്ലേ? ഓക്കെ, 2016 മോഡലാണ്. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? 153 ഓടിന്. പിന്നെ ഓണർഷിപ്പ് ഒക്കെ എത്ര? 2 കയറിയിട്ടുണ്ട് അല്ലേ? വണ്ടി നല്ല വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 465. ഇത് പെട്രോൾ വണ്ടിയാണ് കേട്ടോ. പെട്രോൾ ആകുമ്പോൾ എത്ര മൈലേജ് ഉണ്ടാവും ഇതിൽ? മൈലേജ് ഒരു 15 കിലോമീറ്റർ അത്ര മൈലേജ് കിട്ടൂല. ഓക്കെ, 465 ചോദിക്കുന്നത്. ഇത് ലോൺ കിട്ടും. ലോൺ കിട്ടും. 2016 മോഡൽ ആയതുകൊണ്ട് മാക്സിമം 50 രൂപ ഉണ്ടെന്ന് ഇറക്കാൻ പറ്റും അല്ലേ? അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാളി കേട്ടോ. ഫോർഡിന്റെ ഒരു ഫേസ്ത. ഇത് മോഡൽ എത്രയാണ്? 2006 മോഡൽ. 2006 പഴയ വണ്ടി അല്ലേ? ഓക്കെ, ഇത് റീവണ്ടിയാണോ? ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ, 2006 മോഡലാണ്. ഇപ്പൊ പേപ്പർ കാര്യങ്ങളൊക്കെ ഇനിയും 2 കൊല്ലത്തെ പേപ്പർ ഒക്കെ ഉണ്ട്, വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, വണ്ടി എന്ത് മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങൾ? ഹൈ ക്വാളിറ്റി വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, ചെറിയ പൈസക്ക് കൊണ്ട് നടക്കാൻ പറ്റിയ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. വണ്ടി പഴയതാണെങ്കിൽ ക്വാളിറ്റി ഉണ്ട് നമുക്ക് പറയുന്നത്. പിന്നെ ഇത് ഡീസൽ പെട്രോൾ വണ്ടി? പെട്രോൾ വണ്ടി അല്ലേ? ഓക്കെ, എത്ര ഓടിയിട്ടുണ്ടാവും വണ്ടി? ഇത് ഒരു പഴയ വണ്ടി ആയതുകൊണ്ട് പെട്രോൾ കൂടുതലൊന്നും അതെ, പഴയ വണ്ടി പിന്നെ ഓട്ടം കുറച്ച് വൈഡ് ഉണ്ടാവും. അതെ, എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഒരു 85 രൂപ. വെറും 85,000 രൂപക്ക് നല്ലൊരു അടിപൊളി ഫോർഡിന്റെ ഫേസ്ത. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. നമുക്ക് വോക്സ് വാഗന്റെ ജെറ്റ. ഇത് ഡീസൽ വണ്ടിയിലേക്കാ? 2010 മോഡലാണ്. പേപ്പർ കാര്യങ്ങൾ അടുത്ത് വരുന്നുണ്ട്, നമുക്ക് എടുത്തു കൊടുക്കും. മെയിൻ ഗ്ലാസ് പിന്നെ സ്ക്രാച്ച് മാറ്റി. ഒറിജിനൽ ഗ്ലാസ് ആണ്. ഓക്കെ, വണ്ടി മേജർ ആയിട്ട് വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 2010 ഒറിജിനാലിറ്റി വണ്ടി തന്നെ. ഓക്കെ, വണ്ടി അപകടം ഇല്ലാത്ത വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. ഓക്കെ, ഇത് പെട്രോൾ വണ്ടി അല്ലേ? ഡീസൽ വണ്ടിയാണ്. ഡീസൽ നമുക്ക് മൈലേജ് കിട്ടും. ഹൈലൈൻ ആണ് ഓപ്ഷൻ തന്നെ. 10-18 മൈലേജ് ഒക്കെ കിട്ടും. ഓക്കെ, ഇത് എത്ര ചോദിക്കുന്നത്? നമുക്ക് 2 രൂപ കൊടുക്കാം. 2010 മോഡൽ ജെറ്റ ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങൾ, അതുപോലെ തന്നെ പേപ്പർ എടുത്തു തരും. 5 കൊല്ലത്തെ പേപ്പർ എടുത്തു തരും. 2 രൂപ അല്ലേ ചോദിച്ചാൽ? ഓക്കെ, വില എന്തെങ്കിലും കുറച്ച് കൊടുക്കും, എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് തരും. അപ്പൊ വേണമെങ്കിൽ നോക്കിക്കാളി.
പോളോ നമുക്ക് പരിചയപ്പെടാം. ഇത് ഡീസൽ പെട്രോൾ 2011 മോഡൽ ഡീസൽ ഹൈലൈൻ. 2011 മോഡൽ ഡീസലാണ്, ഹൈലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. പക്ഷെ 2011 മോഡലിൽ നിന്ന് കണ്ടാ പറയൂല കേട്ടോ. നല്ല 14 വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ടാവും. അതെ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ എന്താ വെച്ചാൽ ഈ പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല ലുക്ക് ഉണ്ടല്ലോ വണ്ടി. ഒറിജിനലാ. അതെ അതെ, ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല, തട്ടുമുട്ട് പേർക്കൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. പിന്നെ നല്ല ലെതറിന്റെ ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. 2011 മോഡലാണ് വരുന്നത്. പിന്നെ വേറെ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ പോയിട്ട് ഫുൾ ചെക്ക് ചെയ്ത് പിന്നെ കംപ്ലീറ്റ് ചെക്ക് ചെയ്തെടുക്കാം. അത്രയും പക്കാണ്. എത്ര ഓടിയിട്ടുണ്ടാവും വണ്ടി? 1 സംതിങ് ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, എത്ര ചോദിക്കണേ? ഇത് നമുക്ക് ഫൈനൽ 2.4 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഹൈലൈൻ ആണ്, ഡീസലാണ്, അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. വണ്ടി ക്വാളിറ്റി ആണ്. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ഹോണ്ടന്റെ ജാസ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. ഈ ഓട്ടോമാറ്റിക് വണ്ടി കുറെ ആൾക്കാർ നോക്കി നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ പരിചയത്തിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ. ഓട്ടോമാറ്റിക് ഇതൊന്നല്ല, ഇവിടെ കുറെ വണ്ടിയുണ്ട്. നമ്മൾ നേരത്തെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തില്ലേ? വണ്ടി എത്ര ഉണ്ടാവും? ഓട്ടോമാറ്റിക് വണ്ടി എത്ര ഉണ്ടാവും? 6-7 വണ്ടി ഉണ്ട്. 7 വണ്ടി 4-5 ചെറുവണ്ടിയിലുണ്ട് കേട്ടോ. അപ്പൊ മറക്കാതെ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ ഒന്ന് സ്പ്രെഡ് ആക്കിയാൽ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ 2015 മോഡൽ. പറഞ്ഞോളി വണ്ടിയെ പറ്റി. 15 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. എത്ര ഓടിയിട്ടുണ്ടാവും? സെക്കൻഡ് ഓണർഷിപ്പ് 2-3 ഉണ്ടാവും. 3 കയറിക്കണം അല്ലേ? ഓക്കെ. വണ്ടി റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല, ഒറിജിനൽ ഫുൾ ഒറിജിനാലിറ്റി ആണ്. അലോയ്സ് എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്, നല്ല കോസ്റ്റ്ലി അലോയ്സ് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഉള്ളില് നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, നല്ല ക്വാളിറ്റി സീറ്റ് കവർ ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കാണാൻ നല്ല ലുക്കുള്ള വണ്ടിയാണ് കേട്ടോ. എത്ര ചോദിക്കണേ? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 4.75 അല്ലേ? ലോൺ കിട്ടൂലേ? ലോൺ നോക്കാം. 10-70 റുപ്യ ഇറക്കാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ഫുൾ കിട്ടോ? ഫുള്ള് കിട്ടൂല, 50 രൂപ അല്ല? ഓക്കെ, ഒരു ഉറുപ്പിന്റെ ഉള്ളിലുണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ നോക്കിയാൽ. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിന്റെ i10. ഇത് മോഡൽ എത്രയാണ്? 2009 മോഡലാണ്. വണ്ടി എന്ത് പാടിക്കാം? വണ്ടി ഒരു കുഴപ്പമില്ല, ഒരു ആവറേജ്. ഓക്കെ, നമുക്ക് എക്സ്ചേഞ്ചിൽ വരുന്നല്ലേ വണ്ടി? ഇത് പേപ്പർ കാര്യങ്ങളൊക്കെ ഫുള്ള് പുതിയ പേപ്പറാണ്. ഒരു 5 കൊല്ലത്തിന് ഉണ്ടാവില്ല. ഓക്കെ, വണ്ടി മേജറായിട്ട് തട്ടുമുട്ടോ? മേജറായിട്ട് ഒന്നുമില്ല. ഉള്ളിൽ നല്ല ലെതറിന്റെ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. വൃത്തിയുള്ള വണ്ടിയാണ്. എത്ര ചോദിക്കണേ? നമുക്ക് ഒരു ഉപ്പ് കൊടുക്കാം അല്ലേ? അതിന് താഴത്ത് പോരോ? ചെറിയ വ്യത്യാസം. ചെറിയ പൈസക്ക് ഇങ്ങനെ, അതായത് ചെറിയ പൈസക്ക് കുറെ ആൾക്കാർ നോക്കുന്നുണ്ടാവും. അവർക്കെല്ലാം ഒരു വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ല വണ്ടി. അപ്പൊ നോക്കിക്കോട്ടോ. അടുത്ത നമുക്ക് ഇവിടെ ഒരു വാഗനർ പഴയ മോഡലാണ്. എത്ര മോഡലാണ്? 2006 മോഡലാണ്. വണ്ടി എന്ത് പഠിക്കാം? വണ്ടി ക്വാളിറ്റി വണ്ടി. കാര്യങ്ങളൊന്നും ചെറിയ നല്ലൊരു പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റും. അപകടമൊന്നും ഇല്ലല്ലോ? നല്ല വണ്ടി, ഒറിജിനാലിറ്റി വണ്ടിയാണ്. 2006 LX AC പവർ സ്റ്റിയറിംഗ്. പിന്നെ പവർ വിൻഡോ വരൂല? ഇല്ല. ഇത് എത്ര ചോദിക്കണേ? ഇത് നമുക്ക് ലാസ്റ്റ് 1.10 ആണ് അല്ലേ? ഓക്കെ, വില എന്താ കുറയോ? വില നമുക്ക് 5 രൂപ വ്യത്യാസം വരും. ചെറിയ എന്തെങ്കിലും വ്യത്യാസം എടുത്ത് തരും കേട്ടോ. അപ്പൊ അടുത്ത നമുക്ക് ഇവിടെ ഒരു ബീറ്റ് ചവർലൈൻ 2013 ഡീസൽ പെട്രോളാ? ഡീസൽ വണ്ടിയില്ല, 2013 മോഡലാണ്. ബീറ്റ്സ് അല്ലേ? ബീറ്റ് എന്ത് പാട് വണ്ടി? ഇത് നല്ല വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് നമുക്ക് ലാസ്റ്റ് 1.30 ലാസ്റ്റ് കൊടുക്കാം. അതിലെന്താ കുറയോ? ഉണ്ടാവില്ല. 1.35 ഫൈനൽ. പേപ്പർ കാര്യങ്ങൾ പുതിയത് പേപ്പർ 2013 ആയിട്ടില്ല. ഇൻഷുറൻസ് പുതിയത്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? കയറ്റിയതാണ്. AC ക്ലൈമറ്റ് കൊണ്ടുള്ള AC വരിക. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, എല്ലാ സെറ്റപ്പും ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ വേണമെങ്കിൽ നോക്കിയോ കേട്ടോ. ഇവിടെ നമുക്ക് A-Star ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് നോക്കാം. ഇത് മോഡൽ വരുന്ന 2011 മോഡലാണ്. ഓട്ടം ആകെ 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി നല്ല വണ്ടിയാണ്. പക്ഷെ എന്താ വെച്ചാൽ ഫ്ലഡിൽ കുടുങ്ങി. A കാറ്റഗറിയാണ്. വീൽ ലെവൽ കയറിയിട്ടുള്ളൂ. കമ്പനി സ്ഥിരം ഉണ്ട്. കമ്പനി ഷോറൂമിൽ പോയി ചെക്ക് ചെയ്താൽ കിട്ടൂലേ? പക്ഷെ കിലോമീറ്റർ കമ്മിയാണ്. വണ്ടി ഒരു ആകെ 24,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അതെ, വണ്ടി ക്വാളിറ്റിയാണ്. പക്ഷേ ഫ്ലഡ് അന്നോട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി കുഴപ്പമൊന്നുമില്ല. ചെറുക്കത്തിന് വില വരികയാണെങ്കിൽ 2.40 വരും. നമ്മളൊരു 1.25 കിട്ടിയത് കൊടുക്കും. അത് ഈ ഫ്ലഡ് കാരണം തരാന്ന് പറയുന്നത്. അപ്പൊ വേണമെങ്കിൽ നോക്കി കളി. പിന്നെ നിങ്ങൾ ഇവിടെ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഫുൾ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും. അല്ല, ഇത് അങ്ങനെ ഓടിക്കാൻ പറ്റാത്തതാണ്. ഓടിക്കൊണ്ടല്ലേ? അതല്ല, ഇപ്പൊ നമ്മൾ എടുത്തിട്ട് ഇപ്പൊ എന്തെങ്കിലും ഓടിച്ചാലും കംപ്ലൈന്റ് ആവും. 2018 വന്ന റെഡാണ്. ഇതുവരെ ഒന്നും സംഭവിക്കും. ഇത് ഇതുവരെ ഓടിക്കൊണ്ടല്ലേ വണ്ടി? ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കി കളിട്ടാ. ടൊയോറ്റന്റെ ഇറ്റിയോസ് നമുക്ക് പരിചയപ്പെടാം. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇത് മോഡൽ എത്രയാണ്? 2012 മോഡൽ മോഡലാണല്ലേ? ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓണർഷിപ്പ് 2.
ഓണർഷിപ്പ് 2. അല്ല മാറിയതല്ലേ നമ്പർ ഇങ്ങോട്ട് മാറിയതാണ്. 2012 മോഡലാണ്. ഇതുവരെ സർവീസ് 1.30 ജില്ലാന്ന് കമ്പനി സർവീസ് കാണുന്നുണ്ട്. എൻട്രി ചെയ്ത് കാണുന്നുണ്ട്. ടയോട്ട സർവീസ് ചെയ്ത് കാണുന്നുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഹൈ ക്വാളിറ്റി വണ്ടി. 100 ഗ്യാരണ്ടി കൊടുക്കാം തന്നെ. ഇത് വണ്ടി ഡീസലാണ്. ഡീസൽ മാക്സിമം നല്ല മൈലേജും കിട്ടും. നല്ല ഡിക്കി സ്പേസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ടാക്സിക്കാർക്കെല്ലാം നോക്കണ്ടെങ്കിൽ നോക്കാം. അതുപോലെ തന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി വന്ന അതേ പൊസിഷനിലേക്ക്. ഓക്കെ, ഇത് ഓപ്ഷൻ വരുന്ന GD അല്ലേ? ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്ക് ഫൈനൽ 3.35 കൊടുക്കാം. 3.35 കൊടുക്കാം. 2012 മോഡൽ GD ഡീസൽ വണ്ടിയാണ്. 3.35 ചോദിക്കുന്നത്. വില കുറയും. ചെറിയ എന്തെങ്കിലും ചെറുതായിട്ട് കേരളത്തിന് മേലേക്ക് നിൽക്കും. ഓക്കെ, നല്ല ക്വാളിറ്റി വണ്ടി എന്നാണ് മൂപ്പര് പറയുന്നത്. ഇവിടെ നമുക്കൊരു വോക്സ്വാഗന്റെ വെൻഡോ 2013 ആണ്. 2013 മോഡൽ ഡീസലാണ്. പെട്രോൾ വണ്ടിയാണ് അല്ലേ? ഓക്കെ, വണ്ടി എന്ത് പറയുന്നത്? ഇത് വണ്ടി പറഞ്ഞാൽ ചെറിയ ഫ്ലഡിൽ ചെറിയൊരു ഒന്നുണ്ട്. നമ്മൾ എന്താ വെച്ചാൽ ഓരോ പാർട്ടിക്കാർ വരുമ്പോ ഇവര് വലിയ വണ്ടി വരും, എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാണ്. അപ്പൊ അവരെ വയ്ക്കുമ്പോ എക്സ്ചേഞ്ച് ഏറ്റെടുക്കുന്ന വണ്ടികളാണ്. ഇതൊരു മാർക്കറ്റ് വൈസ് വരുവാണെങ്കിൽ 3 റുപ്യ 3.25 റേഞ്ച് വരുന്നുണ്ട്. നമുക്ക് ഫൈനിന് 2 റുപ്യ കൊടുക്കാം. എന്തെങ്കിലും വ്യത്യാസം 2.35 റേഞ്ച് വരാൻ ഫൈൻ കൊടുക്കും. തന്നെ 2.35 കൊടുക്കും. അതായത് വണ്ടി ക്വാളിറ്റി വണ്ടിയാണ്. വണ്ടി ക്വാളിറ്റിയാണ്, പക്ഷേ ഫ്ലഡില് കുടുങ്ങിയിട്ടുണ്ട്. വണ്ടി അങ്ങനെ ഇപ്പൊ ഓടിക്കാൻ പറ്റാത്തൊന്നുമില്ല. വണ്ടി ഓടിക്കുന്നതിൽ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാലോ കേട്ടോ. ചില വണ്ടികൾക്ക് വരും, എല്ലാവരും പറയില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതെ, ഈ ഇവര് പറയേണ്ട ആവശ്യമില്ല. വണ്ടിയാണ്. നമ്മളെന്താ അവർ കമ്പനി പോയാൽ മാത്രമേ അറിയുള്ളൂ. കമ്പനി പോയാൽ മാത്രമേ അറിയുള്ളൂ. നമ്മളെ മുൻകൂട്ടി നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതിനനുസരിച്ച് ഒരു പാർട്ടി വന്ന് പോകുമല്ലോ. അതെ, അല്ല നല്ലതാണ്. ഉള്ള കാര്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ, അതായത് നിങ്ങളെ യാർഡിനോട് എല്ലാവർക്കും വിശ്വാസം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ പല ഭാഗത്തുനിന്നും മലയാളികൾ ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ, പുറത്ത് രാജ്യത്തൊക്കെ ഉണ്ടല്ലോ, എല്ലായിടത്തും ആൾക്കാർ കാണുന്നുണ്ട് വീഡിയോ. അപ്പോ എന്തായാലും നിങ്ങളൊരു യാർഡ് ഇങ്ങനെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെ ഫോൾട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, വണ്ടിയിൽ വരുമ്പോ വരും. അതായത് എക്സ്ചേഞ്ച് എന്തായാലും ഒരാളത്ത് വരും. അപ്പൊ നമ്മളെ വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ എടുക്കൽ നിർബന്ധം. അതെ, ഇപ്പൊ അതല്ല ഞാൻ ചോദിക്കുന്നതല്ല. ഇപ്പൊ ഒരു പാർട്ടി ഈ വണ്ടി എടുക്കാൻ വന്ന് നിങ്ങൾ ഈ ഒരു ഫ്ലഡിന്റെ കാര്യം തുറന്നേ പറയുന്നില്ല. ബാക്കിയൊക്കെ നിങ്ങൾ സംഭവമൊക്കെ പറഞ്ഞ് വണ്ടി ഓടിച്ച് ടെസ്റ്റ് ചെയ്ത് അറിയാത്ത ഒരാൾ എടുക്കുകയാണെങ്കിൽ പിന്നെ അവന് എന്തായാലും കുടുങ്ങൂലേ? അതെ, നിങ്ങൾ പറഞ്ഞുകൊണ്ടാണല്ലേ, നിങ്ങൾ പറയുമ്പോഴാണ് ഇത് ഇവിടെ ഫ്ലഡ് ഉണ്ടെന്ന് അറിയുന്നത്. അല്ലാതെ അറിയാത്ത ആൾക്കും ഒന്നും അറിയില്ല. പറഞ്ഞാൽ ഇവിടെ 100 വണ്ടികൾ 60 വണ്ടി ഫ്ലഡ് വണ്ടി തന്നെയാണ് നമ്മളിവിടെ മൊത്തത്തില്. ഇതേമാതിരി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടികളാണ്. പക്ഷേ ഇതുവഴി പെട്ട വണ്ടിയാണ് നമ്മൾ പറഞ്ഞിട്ടാ കൊടുക്കണുള്ളൂ. അറിയാൻ കഴിയില്ല, കമ്പനി കാര്യോണ്ട് അറിഞ്ഞോളൂ. അതാണ് കച്ചവടം അല്ലെ, പറഞ്ഞിട്ട് കൊടുക്കുന്നത് കച്ചവടം. ഓക്കെ, അപ്പൊ 2.30 കൊടുക്കൂല്ലേ? ഓക്കെ, അപ്പൊ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കാളി കേട്ടോ. അപ്പൊ ആരും നിർബന്ധിപ്പിക്കുന്നില്ല. വന്ന് ചെക്ക് ചെയ്തിട്ട് അവർക്ക് പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ അവർ എടുത്തോട്ടെ. 2013 ഹൈലൈൻ ആണ്, പെട്രോൾ ആണ് വണ്ടി. ഓക്കെ, ഇവിടെ നമുക്ക് ടൊയോറ്റന്റെ ഇറ്റിയോസ് ലിവ 4 വണ്ടി ഒരേ ലൈനിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് 4 വണ്ടി ഒന്നിച്ച് നമുക്ക് നോക്കാം. പിന്നെ ആദ്യമായിട്ട് ഇവിടെ ഫസ്റ്റ് ഈ വണ്ടി എത്ര മോഡലാണ്? 2018 മോഡൽ. 2018 മോഡലാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്? അല്ല, കർണാടക വണ്ടി. NOC എടുത്തിട്ടുണ്ട്. NOC ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് KL 10. നമ്പർ ആക്കിയിട്ട് ഫുൾ കാർ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അല്ല ഓൾറെഡി ഇപ്പൊ നമ്പർ ആയിക്കണല്ലോ? ഇല്ല, നമ്പർ ആയിട്ടില്ല. നിങ്ങോട്ട് NOC എടുത്തിട്ടുള്ളൂ. ആ പാർട്ടി വരുന്നതിനനുസരിച്ച് അപ്പൊ ടാക്സ് അടിച്ചിട്ട് 2 ദിവസം കൊണ്ട് നമുക്ക് കൊടുക്കും. അങ്ങനെ നിങ്ങളൊക്കെ ക്ലിയർ ആക്കി കൊടുക്കും. ഫുൾ കാർ ഇൻഷുറൻസ് എടുത്തിട്ട്. ഇത് വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? ഇതൊക്കെ ഒരു 1.50 അല്ലേ വണ്ടി 1.50 1.60. അതല്ല ഞാൻ ചോദിക്കുകയാണ്, ഈ കർണാടകയിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും? നമ്മള് ആക്സിഡന്റും പിന്നെ ഇതൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാം. കിലോമീറ്റർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഷോറൂമിൽ ചെക്ക് ചെയ്തെടുക്കാം. നമ്മളൊക്കെ കമ്പനി വണ്ടികളായിട്ട് എടുക്കാം. ഇത് എത്ര ഓട്ടോ ഉണ്ട്? ഓട്ടോ 1.56. 1.56 ഉണ്ട്. അല്ല, ഈ ടൊയോറ്റന്റെ വണ്ടി എത്ര ഓടിയ പ്രശ്നമൊന്നുമില്ല. 1.50 ഓടിയിട്ടുണ്ട്. 2018 മോഡല്. പിന്നെ ഓപ്ഷൻ പിന്നെ GD ആണ്. GD ആണ്. GD SP ആണ്. ഓക്കെ, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് 6 രൂപ കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ഒരു നമുക്ക് ചില വ്യത്യാസം 10 രൂപ വ്യത്യാസം വെച്ചിട്ട് കൊടുക്കല. ഓക്കെ, 6 രൂപ ചോദിക്കുന്നത്, വില കുറച്ച് തരും. ഫിക്സ് റേറ്റ് അല്ല, മാക്സിമം 50 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാം. 1 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ് വരും. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ നോക്കിക്കളി. അടുത്ത നമുക്ക് ഇവിടെ ഒരു ഇത് എത്ര മോഡലാണ്? 2018. ഇതും 2018 തന്നെയാണ് വണ്ടി. റീ വണ്ടിയാ കേരള വണ്ടിയാ? റീ വണ്ടി. ഇതും കർണാടക തന്നെ. ഓക്കെ, ഇത് ഏതാണ് ഓപ്ഷൻ വരുന്നത്? GD SP തന്നെയാണ്. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. വണ്ടി ഓട്ടോ എത്ര ഉണ്ടാവും? ഓട്ടോ 1.60. ഓണറൊക്കെ എത്ര? വരുമ്പോ രണ്ടാമത്തെ ഓണർഷിപ്പ്. ഇനി ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ. രണ്ടാമത്തെ ഇതിപ്പോ നിലവിൽ NOC ഇല്ല വണ്ടിയുള്ള? NOC റെഡിയിലുണ്ട്. നമ്മളെ ഒരു പാർട്ടി കൊടുക്കാന്നുണ്ടെങ്കിൽ ഫുള്ള് നമ്പർ ആക്കിയിട്ട് കൊടുത്ത ഫുൾ കാർ ഇൻഷുറൻസ് അവരെ പേർക്ക് കേരളത്തിന് ചേഞ്ച് ചെയ്ത് കൊടുക്കൂലേ? അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എത്ര ചോദിക്കുന്നത്? 6 രൂപ. 6 രൂപ. ഓക്കെ, 6 രൂപ ചോദിക്കേണ്ടത്, വില കുറച്ച് തരും. ഡീസൽ വണ്ടിയാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാളി. ഇവിടെ വേറൊരു ഇറ്റിയോസ് ലിവ നോക്കാം. 2018. ഇതും 2018 തന്നെയാണ് അല്ല? ഓക്കെ, ഇതും അതേപോലെ തന്നെ. വണ്ടി എന്ത് പാട്? ഇതേ കണ്ടീഷൻ. കർണാടക വണ്ടിയാ? ഓക്കെ, ഇവിടെ കർണാടക വണ്ടി കൂടുതലുണ്ടല്ലോ. എന്ത് കർണാടക നിങ്ങൾക്ക്? അത് ശരിയാ.
അല്ല കർണാടക വണ്ടി കുറെ കാണുമ്പോ നിങ്ങൾ അവിടെ ആയിട്ട് എന്തെങ്കിലും അല്ല, അതാ, അങ്ങനെ ഫാമിലി റിലേഷൻ അതൊന്നും ഇല്ലല്ലോ ഇല്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ തമാശക്ക് ചോദിച്ചാണ് കേട്ടോ. അപ്പൊ ഇത് NOC തന്നെ ഉള്ളത് 2018 മോഡലാണ്, ഡീസൽ വണ്ടിയാണ്, GDSP ആണ്. ഓക്കെ, മൂന്നും ഒരു എന്താ പറയാ ഒരേപോലത്തെ വണ്ടി. ഓക്കെ, ഇതിനും വില അതേ ചോദിക്കും, സെയിം വില അല്ലേ? ഓക്കെ, ഇത് മൂന്ന് വണ്ടിയും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല, തട്ടുമുട്ട് പരിക്ക് ഒന്നുമില്ല, നല്ല ഏതൊരാൾക്കും വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ നല്ല വണ്ടി അല്ലേ? 6 രൂപ ചോദിക്കേണ്ട വില കുറച്ച് കൊടുക്കും. അതേപോലെ തന്നെ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ലോൺ തീർക്കാം. ഇവിടെ നമുക്ക് ഡബിൾ കളർ വണ്ടി നോക്കാം. ആക്കിയതാണ്, പേപ്പറിൽ ഇൻക്ലൂഡ് ആണോ? പേപ്പറിൽ ചെയ്തു കൊടുക്കാം. അല്ല, ഇത് പേപ്പറിൽ ആക്കിയില്ലെങ്കിൽ ആരെങ്കിലും കണ്ടാലും പിടിക്കില്ല. നമ്പർ ആക്കിയില്ല, ഇതും കർണാടക വണ്ടിയാണ് തന്നെ. അപ്പൊ 4 വണ്ടി കർണാടക തന്നെ. ഓക്കെ, ഇതും അതേപോലെ തന്നെ നമ്പർ ആക്കി കൊടുക്കുള്ളൂ. ഇത് 2018 തന്നെ. ഓക്കെ, അപ്പൊ 4 വണ്ടി 2018 ആണ്. ഇതും എത്ര ഓടിയിട്ടുണ്ട്? ഇത് നമുക്ക് 160 ഓടിയിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഡബിൾ കളർ പേപ്പറിൽ ഇൻക്ലൂഡ് ആക്കി തരും. അതിപ്പോ NOC ഉള്ളത് കൊണ്ട് ഇപ്പൊ തൽക്കാലം ഇപ്പൊ അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. അതിപ്പോ നമ്പർ ആക്കിയിട്ട് തരുമ്പോ അത് ഇൻക്ലൂഡ് ആക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ട് കൊടുക്കൂല. ഓക്കെ, ഇത് നല്ല ലെതറിന്റെ ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിക്ക്. അതുപോലെ തന്നെ റീപ്ലേസ് കാര്യങ്ങൾ മെയിൻ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, മാറ്റിയിട്ടില്ല. അല്ല, അത് നല്ലൊരു കാര്യമാണ്. കാരണം എന്തോ ഈ മെയിൻ ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ് പൊട്ടിയാൽ അത് മാറ്റി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഡൗട്ട് ആവും. ചില എന്തെങ്കിലും മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവുന്നല്ലേ. അപ്പൊ ഇത് മാറിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തായാലും നമുക്ക് മനസ്സിലായല്ലോ മാറിയിട്ടില്ല, ഇതൊരു പൊട്ടാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതും അതേപോലെ തന്നെ വില ചോദിക്കുന്നത് 6 രൂപ. ഓക്കെ, അപ്പൊ 4 ഇറ്റിയോസ് ലിവ 2018 മോഡല് 6 രൂപ. 4 വണ്ടിക്കും 6 രൂപയാണ് വില. കുറച്ച് തരും, ഫിക്സ് റേറ്റ് അല്ല. മാക്സിമം 1 ലക്ഷം രൂപ വരെ നമ്പർ ആയി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടും. അല്ല, 1 ലക്ഷം ഫിനാൻസ് കിട്ടുന്നല്ല, 1 ലക്ഷം രൂപ മുടക്കിയാൽ ലോൺ എടുക്കാൻ പറ്റും. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ കേട്ടോ. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടികൾ എന്നാണ് മൂപ്പര് പറയുന്നത്. ഫുള്ള് ഇവിടെ വന്ന് ഫുള്ള് ചെക്ക് ചെയ്ത്. ഇവിടെ ടൊയോറ്റന്റെ ഷോറൂം അടുത്ത് എവിടെ ഉള്ളത്? മഞ്ചേരി ഉണ്ടോ? പെരിന്തൽമണ്ണ പോകണം അല്ലേ? ഓക്കെ, അതിപ്പോ നിങ്ങൾ മെക്കാനിക്കിനെ ആരും കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഷോറൂമിൽ കൊണ്ടുപോകാൻ വേണ്ടി വരും. ഷോറൂമിൽ ഷോറൂമിൽ പോയി ചെക്ക് ചെയ്ത് കൊണ്ട്. അതെ. ഓക്കെ, അത് വില കൂടിയ വണ്ടി ആകുമ്പോൾ എന്തായാലും ആൾക്കാർ ചെക്ക് ചെയ്യാതിരിക്കില്ല, ചെക്ക് ചെയ്യും. പിന്നെ റീവണ്ടിയാ, കർണാടക വരുന്ന വണ്ടിയല്ലേ? ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ വോക്സ്വാഗന്റെ വെൻഡോ നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്രയാണ്? 2011 മോഡലാണ്. ഡീസലാണ് പെട്രോൾ? ഡീസൽ വണ്ടി, ഹൈലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. എത്ര ഓടിക്കുന്നുണ്ടാവും? ഇത് 1 സംതിങ് ഓടിയിട്ടുണ്ട്. വണ്ടി ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി. ഓക്കെ, ഗ്യാരണ്ടി അല്ല, പക്കാണ്. 2011 വണ്ടിന്റെ കൂടുതൽ ഒരു 16-15 വണ്ടിന്റെ ക്വാളിറ്റി. അതെ, 2011. അതെ, വർക്ക്ഷോപ്പ് കൊണ്ടുവരും, മെക്കാനിക്കൽ ഫുള്ള് ചെക്ക് ചെയ്തെടുത്താൽ മതി അല്ലേ? ഓക്കെ, അത്രയും പക്ക പറയുന്നുണ്ട് കേട്ടോ, വണ്ടി ക്വാളിറ്റിയാണ്. ഇത് ഡീസൽ പെട്രോൾ വണ്ടി? ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ ഹൈലൈൻ. ഡീസൽ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടും. എത്രയും ചോദിക്കണത്? ഇത് ഫൈനൽ റേറ്റ് കുറയാത്ത റേറ്റ് 2.4 കൊടുക്കും അല്ലേ? ഓക്കെ, 2.35 ചോദിക്കുന്നുണ്ട്, 2.4 ലാസ്റ്റ് തരാന്ന് പറയുന്നുണ്ട്. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ ഇതിനൊക്കെ ലോൺ കിട്ടും. നോക്കാം. ചിലപ്പോൾ ശ്രീറാം ഫിനാൻസ് ഒക്കെ ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ കേട്ടോ. ഇവിടെ നമുക്ക് ഒരു ജനപ്രിയ വണ്ടിയായ വാഗനർ. ഇത് 2010 വണ്ടിയാണ്. വണ്ടി കാണാൻ നല്ല ലുക്ക് ഉണ്ട്, ഒറിജിനാലിറ്റി ക്വാളിറ്റി ഉണ്ട് അല്ലേ? ഓക്കെ, എത്ര മോഡല്? മോഡൽ പറഞ്ഞു 2010 മോഡലാണ്. പിന്നെ വണ്ടി വേറെ മെക്കാനിക്കൽ പരമായിട്ട് ഇത് ഒരു 2016 വണ്ടി എടുക്കുന്ന അതേ ക്വാളിറ്റി. ആ ഒരു ക്വാളിറ്റിയാണ്, ഗ്യാരണ്ടി. ഒന്നും ചെയ്യാനൊന്നും ഇല്ല, അടിച്ച ഓടല്ല. സർവീസ് 130. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ. എത്ര ഓട്ടം? 130 ഓട്ടോ അല്ലേ? ഓക്കെ, 2010 ആണ്. LXI ഓപ്ഷൻ വരുന്നത് VXI ആണ്. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ 4 വരുന്നുണ്ട്. 4 പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ വരുന്നുണ്ട്. ഓക്കെ, എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഒന്നുമില്ല, കമ്പനി ഷോറൂമിൽ ഇറങ്ങിയ അതേ ക്വാളിറ്റി ആണ് അല്ലേ? ഓക്കെ, എത്ര ചോദ്യം? ഇത് 2.4 ചോദിക്കുന്നുണ്ടല്ലേ? 2010 വണ്ടി VXI ആണ് കേട്ടോ. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 2.4 മൂപ്പര് ചോദിക്കുന്നത്. വില കുറച്ച് തരും, ഫിക്സ് ആയിട്ടുള്ള. സെക്കൻഡ് ഓണർഷിപ്പിൽ വണ്ടി ഉള്ളത്. പിന്നെ ലോൺ കിട്ടോ? നമുക്ക് സേർട്ട് ഫിനാൻസ് ഒക്കെ കിട്ടും. അപ്പോ വേണമെങ്കിൽ വിളിച്ചോ. ടൊയോറ്റന്റെ കൊറോള ആൾട്ടീസ് നമുക്ക് നോക്കാം. ടൊയോട്ട ആൾട്ടീസ് ഡീസൽ വണ്ടി അല്ലേ? 2010 മോഡൽ ഡീസൽ. 2010 മോഡലാണ് വരുന്നത്. പക്ഷെ 2010 മോഡൽ എന്ന് കണ്ടാൽ പറയൂല കേട്ടോ. നല്ല മോഡൽ കൂടിയ വണ്ടി പോലെ തോന്നുന്നുണ്ട്. റീവണ്ടി അല്ലേ ഇത്? റീവണ്ടിയാണ്, നല്ല ക്വാളിറ്റി വണ്ടിയാണ് അല്ലേ? ഓക്കെ, ഓപ്ഷൻ വരുന്നത് ജി ഓപ്ഷൻ വണ്ടി. ഓക്കെ, ജി ആണ് ഓപ്ഷൻ വരുന്നത്. ഈ ഡീസലിൽ നല്ല മൈലേജ് കിട്ടും കേട്ടോ. ഇതില് വണ്ടി എന്തെങ്കിലും മെക്കാനിക്കൽ പരമായിട്ട് ചെയ്യാണ്ടോ? ഒന്നുമില്ല. ഇതിന്റെ പേപ്പർ കാര്യങ്ങൾ നമുക്ക് ടെസ്റ്റ് വരുന്നതൊക്കെ ഈ കൊല്ലം ലാസ്റ്റ് വരുന്നില്ല. ഇൻഷുറൻസ് നമ്മൾ കൊടുക്കുമ്പോൾ പുതിയ എടുത്ത് കൊടുക്കും. ഇൻഷുറൻസ് പുതിയത് എടുത്തു തരും എടുക്കുന്ന ആളുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ പേപ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും കേട്ടോ. അല്ല, പേപ്പർ ഈ കൊല്ലം എടുക്കുന്നവർ ചെയ്യേണ്ടി വരും. ഓക്കെ, മേജറായിട്ട് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും നല്ലൊരു അടിച്ചപൊളി വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? 3.4 ചോദിക്കുന്നുണ്ട് അല്ല? 2010 മോഡൽ ഡീസലാണ്, ജി ആണ് ഓപ്ഷൻ വരുന്നത്. 3.10 ചോദിക്കുന്നുണ്ട്. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടെ. മാരുതിന്റെ സിയാസ് നമുക്ക് പരിചയപ്പെടാം.
ഇത് ഡീസലോ പെട്രോൾ വണ്ടി? ഡീസൽ വണ്ടിയാണ്, ഹൈബ്രിഡ് ആണ്, 2016 ഹൈബ്രിഡ്. ഏറ്റവും ഓപ്ഷൻ വരും ഓക്കെ RS ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. ഇതൊക്കെ കമ്പനിയിൽ വരുന്നതാണ്. ഈ അലോയ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്പോയിലർ, എക്സ്ട്രാ ഫിറ്റ് ഒന്നും ചെയ്തതല്ല, ഒക്കെ കമ്പനിയിൽ വരുന്നത് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. 2016 മോഡൽ ഡീസൽ വണ്ടിയാണ്. നല്ല ആലുവ പോലത്തെ നമ്പർ 8800 നമ്പർ. ഈ ഫാൻസി നമ്പറൊക്കെ നോക്കി നടക്കുന്ന ആൾ ഉണ്ടെങ്കിൽ വേഗം നോക്കിക്കാൾ കേട്ടോ. KL 50 റൈസണിൽ വരുന്ന 8800 നല്ല വണ്ടി. ഇത് റീപ്ലേസ് ഉണ്ടോ വണ്ടി? തട്ടുമുട്ടി വരക്ക് ഒന്നുമില്ല അല്ലേ? ഓക്കെ. ഇത് മാക്സിമം എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? ഇത് 210 ഓട്ടുണ്ട്. സർവീസ് ഉണ്ട്. 70-180 വരെ സർവീസ് ഉണ്ട് തന്നെ. ഓട്ടം വൈഡാണ്, പക്ഷേ വണ്ടി ക്വാളിറ്റി ആണ്, സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എത്ര ചോദിക്കണേ? നമുക്കിത് 6 രൂപ ചോദിക്കുന്നുണ്ട്. ഫൈനൽ റേറ്റ് വരെ 5.75 കൊടുക്കാം. 5.75 തരും കേട്ടോ. ലാസ്റ്റ് ഫൈനൽ ആയിട്ട് 5.75 തരും. അപ്പൊ വേണമെങ്കിൽ നോക്കിയാൽ കേട്ടോ. വണ്ടി മാക്സിമം 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ലോൺ ഇറക്കാൻ പറ്റും. ഓക്കെ. അടുത്ത നമുക്ക് ഇവിടെ ചവർ ലൈറ്റിന്റെ ഒരു ക്രൂസ് ആണ്. ഓക്കെ. മുമ്പത്തെ ആഡംബര കാർ അല്ലേ ഇത്? എത്ര മോഡൽ ഇത്? 2012 മോഡല് ഓട്ടോമാറ്റിക്. 2012 ഓട്ടോമാറ്റിക് ആണ്. സൺറൂഫ് വരുന്നുണ്ടോ? സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. എത്ര ഓട്ടോ ഉണ്ട്? ഇത് 1.25 ഓടിയിട്ടുണ്ടല്ലേ? എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല അല്ലേ? എത്ര ചോദിക്കണേ? ഇത് നമുക്ക് ലാസ്റ്റ് 3.60 ആണ്. 3.60. അതിന് കുറയോ? ഇത് നമുക്ക് ഓട്ടോ മാനുവൽ ഉണ്ട്. കളറില് 2012 മാനുവൽ ഉണ്ട്. ഇതേ സെയിം സാധനം. ഓക്കെ. അപ്പൊ അത് ആർക്കും വേണമെന്ന് നോക്കിയാലേ. നിലവിൽ യാർഡിലില്ല, അത് വീട്ടിലുള്ളത്. ഓക്കെ. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ നോക്കിയാലേ. അടുത്ത നമുക്ക് ഇവിടെ സ്വിഫ്റ്റ് കാർ നോക്കാം. ഒരു ഡീസൽ വണ്ടിയാണ്. എത്രയാണ് മോഡൽ? 2011 മോഡൽ VDI. 2011 മോഡൽ ഓപ്ഷൻ VDI. കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. കാണാൻ നല്ല ലുക്ക് ഉണ്ട് വണ്ടി. അലോയ്സ് കാര്യങ്ങളൊക്കെ കയറ്റിക്കണം കേട്ടോ. എക്സ്ട്രാ കയറ്റിയതാണ്. നല്ല കോസ്റ്റ് അലോയ്സ് ആണ്. അതുപോലെ തന്നെ കട്ടുള്ള ടയർ ഉണ്ട്. ഓക്കെ. വണ്ടി റീപ്ലേസ് ഇല്ല, വണ്ടി ക്വാളിറ്റി ആണ്. ഒന്നും മാറിയിട്ടില്ല. ഇപ്പൊ സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയതാ തന്നെ. 1.30 സർവീസ് ഇപ്പൊ കഴിഞ്ഞ് ഇറങ്ങിയതാ. ഓക്കെ. എത്ര ചോദിക്കണേ? ഇത് നമുക്ക് ഫൈനൽ 2.25. 2.25 ചോദിക്കുന്നത്. 2011 സർവീസ് ഒക്കെ ഉണ്ട്, സെക്കൻഡ് കീ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ. 2011 മോഡൽ ഓപ്ഷൻ VDI ആണ് വരുന്നത്. 2.25 ചോദിക്കുന്നുണ്ട്. വണ്ടി ക്വാളിറ്റി ആണ്. അതുപോലെ തന്നെ ആലോചിച്ച് കാര്യങ്ങളൊക്കെ കയറ്റിയതാണ്. വണ്ടി റീപ്ലേസ് ഇല്ല. അതുകൊണ്ടല്ല ആ റേറ്റ് ചോദിക്കുന്നത്. ഓക്കെ. അടുത്ത നമുക്ക് ഇവിടെ കിഡ് നോക്കാം. റിനോൾട്ടിന്റെ കിഡ്. ഇത് മാനുവൽ ഓട്ടോമാറ്റിക് ആണ്. എത്ര മോഡൽ? 2016 മോഡൽ 17 റൈസിന്. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 34 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് കൂടുതലാണ്. ഒരു വീട്ടിൽ തന്നെ 3 ഒരു വീട്ടിൽ നിന്ന് 3 ആള്. ഓക്കെ. ഓണർഷിപ്പ് കുറച്ച് കയറിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ എന്തെങ്കിലും കുറച്ച് തരും അല്ലേ? എത്ര വില? നമുക്ക് ഫൈനൽ 2.85 കൊടുക്കാം. 2.85 തരും കേട്ടോ. 34 ഓടിയിട്ടുള്ളൂ. വണ്ടി ക്വാളിറ്റി ആണ്. പക്ഷെ ഈ ഓണർഷിപ്പിന്റെ മാത്രമേ ചെറിയ പ്രശ്നമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാലോ കേട്ടോ. ആൾട്ടോ 800 പരിചയപ്പെടാം. ഇത് മോഡൽ എത്രയാണ്? 2015 മോഡലാണ് അല്ലേ? ഓപ്ഷൻ പിന്നെ VXI ആണ് ഓപ്ഷൻ പിന്നെ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. വണ്ടി എത്ര ഓടിയിട്ടുണ്ടാവും? ഒരു 1.60 ഓടിയിട്ടുണ്ട്. 1.60 വൈഡ് ആയിക്കണം അല്ലേ? ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ. എത്ര ചോദ്യം? ഇത് നമുക്ക് ഫൈനൽ 2.25 കൊടുക്കാം. കിലോമീറ്റർ കമ്മിയിൽ വണ്ടിയാണെങ്കിൽ 2.60 2.65 വണ്ടിയാണ്. അതെ. 2.25 ചോദിക്കണം. 2015 VXI ആണ്, LXI അല്ല. ഓക്കെ. അപ്പൊ ഇതിന് മാക്സിമം 10-50 ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമോ? ഇത് മാക്സിമം നമുക്ക് 10-25 ഒക്കെ തന്നെ. 25-30 ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുന്ന 2.25 കുറച്ച് കൊടുക്കൂലേ? അതായത് നമ്മൾ 2.35 പറഞ്ഞത് ഫൈനൽ 2.25 കൊടുക്കാം. ഓക്കെ. വണ്ടി ക്വാളിറ്റി ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാലോ കേട്ടോ. സ്വിഫ്റ്റ് ഡിസൈർ നമുക്ക് പരിചയപ്പെടാം. ഒരു പഴയ വണ്ടിയാണ്, പക്ഷെ പഴയ വണ്ടിന്റെ ഒരു ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ അതേ ക്വാളിറ്റി. അതെ, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. കാണുമ്പോ പുതിയ വണ്ടിന്റെ ലുക്കാണ് കേട്ടോ. ഇത് മോഡൽ എത്ര? 2009 മോഡലാണ്. പുതിയ പേപ്പർ എടുത്തിക്കണല്ലേ? ഓക്കെ. വണ്ടി റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. ഡീസൽ വണ്ടിയാ? പെട്രോൾ വണ്ടിയാണ്. VXI ആണ് ഓപ്ഷൻ വരുന്നത്. തട്ടുമുട്ട് പേർക്കൊന്നുമില്ല. വണ്ടി ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ. കമ്പനി വന്ന അതേ ബസ്സിൽ. അതെ. നമ്മള് നേരത്തെ ചെയ്തില്ല? ഇല്ലല്ലോ, ഈ വണ്ടി ചെയ്തില്ലല്ലോ, കാണിച്ചില്ലല്ലോ. ഉള്ളില് നല്ല ക്വാളിറ്റി സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനൽ 1.85. 1.85 അല്ലേ? ഫൈനൽ. അതിലൊന്നും കുറേ ഉണ്ടോ? എന്തെങ്കിലും മാറ്റി കൊടുക്കും അല്ലേ? ഓക്കെ. പെട്രോൾ വണ്ടിയാണ്. 2009 ആണ്. പുതിയ പേപ്പറാണ്. അപ്പൊ ആവശ്യക്കാരനെ നോക്കിയാൽ. അടുത്ത നമുക്ക് ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ. ഇത് മോഡൽ എത്രയാണ്? 2013 മോഡൽ ZDI. 2013 മോഡൽ ZDI ഓപ്ഷൻ വരുന്നത്. ഓക്കെ. അലോയ്സ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. കമ്പനിയിൽ വരുന്നതാണ്. എത്ര ഓടിക്കണേ? ഇത് 1.80 ഓടിയിട്ടുണ്ടല്ലോ. ഓട്ടം കുറച്ച് വൈഡാണ്. എത്ര ഓണർഷിപ്പ്? മൂന്നാമത്തെ കഴിക്കും. വണ്ടി റീപ്ലേസ് ഒന്നും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. തട്ടുമുട്ട് പേർക്കൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ? കമ്പനി സർവീസ് ഉണ്ട്. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എത്ര ചോദിക്കണേ? ഇത് നമുക്ക് ലാസ്റ്റ് 3.45. 3.45 കൊടുക്കാം. ഓക്കെ. 2013 മോഡലാണ്. 3.45 ചോദിക്കുന്നുണ്ട്. ഇത് VDI അല്ല കേട്ടോ, ZDI ആണ്. അപ്പൊ ഇത് കമ്പനിയിൽ നിന്ന് വില വ്യത്യാസത്തിൽ വരുന്നതാണ്. ഈ ഓപ്ഷന് കാര്യങ്ങളൊക്കെ വിലയിൽ. അപ്പൊ ആ ഒരു വിലയും കൂടി കൂട്ടിയിട്ടുണ്ടാവും. 3.85 അല്ലേ? അതിന് വില കുറച്ച് കേട്ടോ. ഫിക്സ് റേറ്റ് ഒന്നുമല്ല.
വില ഇവിടെ കാണിച്ച എല്ലാ വണ്ടികൾക്കും വില കുറച്ച് തരും. ജനപ്രിയ വണ്ടിയായ വാഗണർ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര നോക്കാം? 2016 മോഡൽ. 16 മോഡലാണ്. ഓട്ടോമാറ്റിക് അത്? ഓട്ടോമാറ്റിക് 2016 ഓട്ടോമാറ്റിക്. ഇത് വാഗണറിൽ ഓട്ടോമാറ്റിക് കുറെ ആൾക്കാർ നോക്കുന്നുണ്ട്. 2016 ആണ്. ഓപ്ഷൻ വരുന്നത് VX. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ ഉണ്ടോ? ഓക്കെ, വണ്ടി എത്ര ഓടിയിട്ടുണ്ടാവും? ഇതൊരു 1.14 ഓടി. 1.14 ഓടിക്കണം അല്ലെ? കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ എന്തെങ്കിലും മാറിക്കണം വണ്ടി? ബോണറ്റ് റീപ്ലേസ്മെന്റ്. ബോണറ്റ് റീപ്ലേസ്മെന്റ് ആണ്. എന്തെങ്കിലും മേജർ ആയിട്ട് ഈ അബ്രോൺ കാര്യങ്ങൾ ഒന്നുമില്ല അല്ലേ? ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് 3.85 3.85 അല്ല? അതിൽ കുറയോ? ചെറിയ എന്തെങ്കിലും കമ്മി ആക്കി തരും കേട്ടോ. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. അത് നമുക്ക് ഇവിടെ ഒരു ഹോണ്ടന്റെ പിന്നെ CRV അല്ലേ? ഓക്കെ, ഇത് എത്രയാ മോഡല്? 2006 മോഡല്. കുറെ പഴയ വണ്ടിയല്ല, 2006 മോഡലാണ്. ഒരു SUV ടൈപ്പ് വണ്ടി. ഓക്കെ, എത്ര വണ്ടി ഓടിയിട്ടുണ്ടാവും ഇത്? ഇതൊരു 1.45. അതെല്ലാം വൈഡ് ആയിട്ടുണ്ടാവല്ലോ ഓട്ടൊക്കെ. വണ്ടി ഇപ്പൊ പേപ്പർ പുതിയ ഇൻഷുറൻസ് തീർന്നിട്ട്. ഓക്കെ, ഇത് ഡീസലാ പെട്രോളാ വണ്ടി? പെട്രോൾ വണ്ടി ഓട്ടോമാറ്റിക് ആണ് തന്നെ. സൺറൂഫ് ഒക്കെ ഉണ്ടാവും? ഓക്കെ ഓക്കെ, ഇതിനെപ്പറ്റി ആദ്യം ആൾക്കാർ അറിയാം ഈ വണ്ടിനെ പറ്റിയിട്ട്. എത്ര ചോദിക്കുന്നത് നിങ്ങൾ? നമ്മൾ 2 രൂപയ്ക്കുണ്ട്. 1.85 കൊടുക്കല്ലേ? എന്തെങ്കിലും കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. ഓക്കെ, വണ്ടി പക്കാണ്, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നീറ്റാണ്. ഒറിജിനൽ കേരള വണ്ടി അല്ലേ? നമ്പർ നമ്മൾ ചോദിച്ചിട്ടില്ല നേരത്തെ. നമ്പർ ആയ വണ്ടിയാണല്ലേ? ഓക്കെ, അപ്പൊ വേണമെങ്കിൽ നോക്കിക്കാൾ കേട്ടോ. നമുക്ക് നല്ലൊരു വെറൈറ്റി വണ്ടി പരിചയപ്പെടാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ലാസ്റ്റ് വണ്ടിയാണ് കേട്ടോ ഇപ്പൊ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികളുടെ ഡീറ്റെയിലോ ലൊക്കേഷൻ കാര്യങ്ങൾ, പിന്നെ അതിന്റെ ഫോട്ടോസ്, വണ്ടിന്റെ ഫോട്ടോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അസ്കർ ഖാനെ വിളിക്കുക. മൂപ്പര നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ മഞ്ചേരിക്ക് എത്തുന്നേക്കാൾ മുമ്പ് 2 കിലോമീറ്റർ മുമ്പ് കിട്ടുന്ന യാർഡാണ്. അതേപോലെ തന്നെ മഞ്ചേരി ഭാഗത്ത് നിന്ന് കോഴിക്കോട് റോഡിൽ വരികയാണെങ്കിൽ 2 കിലോമീറ്റർ കഴിഞ്ഞിട്ട് കിട്ടുന്ന യാർഡാണ്. ഓക്കെ, ഇത് പ്ലേസ് വരുന്നത് പട്ടർക്കുളമാണ് വരുന്നത്. പട്ടർക്കുളമാണ് പ്ലേസ് വരുന്നത്, ഓപ്പൺ മോട്ടോഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഹോണ്ടന്റെ അക്വാഡ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇത് മോഡൽ എത്ര? 2012 ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഓട്ടോമാറ്റിക് സൺറൂഫ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്, സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് ഡീസൽ പെട്രോൾ ഇതൊക്കെ എത്ര മൈലേജ് കിട്ടും? മൈലേജ് ഒരു 12 കിലോമീറ്റർ മൈലേജ് മാക്സിമം നമുക്ക് 12 കിട്ടുന്നുണ്ട് നമ്മൾ നോക്കി. അതെ. ഓക്കെ, ഇങ്ങനത്തെ വണ്ടി കുറെ ചെക്കന്മാരൊക്കെ നോക്കി നടക്കും. അതാണ് നമ്മൾ സ്പെഷ്യൽ വണ്ടി എന്നൊക്കെ പറയുന്നത്. പുതിയ വണ്ടിക്ക് 40 ലക്ഷം രൂപ വില പുറത്തിലുണ്ട്. 40 ലക്ഷം രൂപ പുതിയ വണ്ടിക്ക് ഉണ്ടല്ലേ തന്നെ? ഓക്കെ, ഇത് നിങ്ങൾ എത്ര കൊടുക്കും? ഇത് നമുക്ക് ഫൈനല് 4 രൂപ കൊടുക്കും. 4 രൂപ കിട്ടിയാൽ കൊടുക്കുമല്ലോ? അതിന് കുറയോ? കുറയാൻ ചെറിയ എന്തെങ്കിലും നമുക്ക് കസ്റ്റമർ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, 2012 മോഡൽ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് അല്ല, 2012 മോഡൽ ആയതുകൊണ്ട് ഇതിന് ലോൺ കിട്ടൂലേ? ലോൺ കിട്ടാൻ പ്രയാസമാണ്. ഇമാര് വണ്ടിക്കൊന്നും ലോണേ കൊടുക്കും. അതെ, ഇത് റീ ആണ് വണ്ടി. ഓക്കെ, റേസിനായിട്ടുള്ള വണ്ടി. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ കേരള നമ്പർ ആയിക്കണേ, പുറത്തുനിന്ന് വന്ന വണ്ടിയാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഫുൾ ചെക്ക് ചെയ്ത് നോക്കിക്കളി. ഇവിടെ അടുത്ത് വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, നോക്കിക്കളി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ. അപ്പോൾ ഓക്കെ, ആസ്കർ.